എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനീറ്റ. നല്ലൊരു നാടൻ വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. ഞങ്ങളുടെ മറ്റു റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കേണ്ട റെസിപ്പിയാണിത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കരിമീനാണ് എടുത്തിട്ടുള്ളത്. കരിമീൻ നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുത്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്യാതെ മുഴുവനോട് കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്. ഇത്രയും ചേർത്ത് നമുക്കൊരു ചെറിയ പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡയറക്റ്റായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ആ പേസ്റ്റ് പിന്നീട് മീനിലേക്ക് പുരട്ടുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈവൻലി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നത്. മീനിനെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മീനിനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വരഞ്ഞതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നല്ല പോലെ മാരിനേറ്റ് ചെയ്യണം. അതുപോലെ ആ മീനിൻ്റെ തലയുടെ ഭാഗം, അതുപോലെ വായയുടെ ഭാഗം, ഉള്ളിലേക്കും എല്ലാം നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. മാരിനേറ്റ് ചെയ്ത മീന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് കരിമീൻ വാഴയിലയിൽ പൊള്ളിക്കാൻ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും മിനിമം നമ്മുടെ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് ഈ മീനിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീനും ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു പുറത്തൊരു ചെറിയൊരു കോട്ടിങ് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മീനിനെ തിരിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ 2 സൈഡും ഒരു 1 മിനിറ്റ് വെച്ച് കുക്കായി കഴിഞ്ഞെങ്കിൽ നമുക്ക് മീനിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു സിംഗിൾ പോട്ട് ഡിഷാണ്. നമുക്ക് ഈ സെയിം പാനിൽ തന്നെ മസാലയും പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ മതിയാകും. അപ്പോൾ ആ ഫ്രൈ ചെയ്ത മീനിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ മസാലയ്ക്ക് കിട്ടുകയും ചെയ്യും. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഞാൻ ഇതുപോലത്തെ 2 ബൗള് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. കരിമീൻ വാഴയിലയിൽ പൊള്ളിക്കുമ്പോൾ കുഞ്ഞുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. കുഞ്ഞുള്ളി ചേർത്ത് ഈ വിഭവം തയ്യാറാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി ഇല്ല, അതില്ലെങ്കിൽ നമുക്ക് ടൈമിന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സവോള എടുത്തിട്ട് വളരെ കനം കുറച്ച് നേർതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ മുഴുവനും കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം. കുഞ്ഞുള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി തീരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല കഴിക്കുമ്പോൾ ചെറുതായിട്ടായി ഒരു ഇഞ്ചി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും എല്ലാം ഒന്ന് മാറട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് നല്ലൊരു പേസ്റ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എരിവിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത്
പൊടികളുടെ എല്ലാം ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റും എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിയും കൂടി നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ മസാലയിലേക്ക് ചേരണം. അതിനായിട്ട് നമുക്കൊരു 2 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, തേങ്ങയുടെ 1/4 പാല്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എന്തോരമാണോ അതനുസരിച്ചാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നമുക്ക് ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല, കാരണം നമുക്കിനി ഇത് വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് കുക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങാപ്പാൽ മതിയാവും. തേങ്ങയുടെ 1/4 പാല് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് അധികം താമസിയാതെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മസാലയ്ക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് വാഴയിലയിൽ പൊള്ളിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നല്ലൊരു വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. വാഴയിലയുടെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് വാഴയിലയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. നമ്മളിത് പാനിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതിലേക്ക് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്ക് ലെയർ മസാല നമ്മൾ സ്പ്രെഡ് ചെയ്തു. ഇതിന് മുകളിലേക്ക് നമ്മൾ ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞ് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മടക്കി കെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയിലയുടെ നാര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വാഴ ജസ്റ്റ് ഒന്ന് മടക്കി നമ്മൾ ചോറൊക്കെ പൊതിയുന്ന പോലെ പൊതിഞ്ഞ് വാഴയിലയുടെ നാര് വെച്ച് കെട്ടിയെടുക്കാം. നമ്മുടെ ഒരു പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മീനും നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമ്മുടെ 2 പൊതികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനോ ദോശക്കല്ലോ ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊതി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാതിരിക്കാനും അടുക്കി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോ പൊതിയും വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ച കിഡിലൻ വിഭവം ഇവിടെ റെഡിയാവും. കരിമീനും വാഴയിലയും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഭവം തയ്യാറാക്കി നോക്കണം. ഒരു പ്രത്യേക ഫീലാണ് ഇത് കഴിക്കാനായിട്ട്. ആ വാഴയിലയുടെ പൊതിയൊക്കെ തുറന്ന് ആ വാഴയിലയുടെ ഫ്ലേവർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ കരിമീൻ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. കരിമീൻ മാത്രമല്ല, അയിലയും ഇതുപോലെ തന്നെ നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇതുവരെ ഇങ്ങനെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ഇനി ടിപ്പ് ഓഫ് ദി ഡേ. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിന് മുകളിലായി ഫ്രൈ ചെയ്യാനുള്ള മീനുകൾ വയ്ക്കുക. പലരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് മീൻ വറുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മത്തി, കരിമീൻ അങ്ങനെ ദശക്കട്ടിയില്ലാത്ത മീൻ വറുക്കുമ്പോഴാണ് ഈ പ്രോബ്ലം കൂടുതലും ഫേസ് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് എണ്ണയൊഴിച്ച് കുറച്ച് കറിവേപ്പിലയുടെ ഇതളുകൾ കൂടി വിതറിയതിനു ശേഷം അതിന് മുകളിലേക്ക് മീൻ വെക്കൂ. അപ്പോൾ നമുക്ക് മറിച്ചിടാനായിട്ട് എളുപ്പമായിരിക്കും, അടിക്കൊന്നും പിടിക്കില്ല. അത് മാത്രമല്ല, കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കിട്ടുകയും ചെയ്യും. ഇന്നത്തെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതും ടിപ്പ് ഓഫ് ദി ഡേയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാഴയില കിട്ടാതെ ഫിഷ് മസാല ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി വാഴയിലയൊന്നുമില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഫിഷ് മസാലയുടെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.
വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Till then, stay safe, enjoy your food. Bye.